നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണ് ഈ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇതെന്ത് വിജയ ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. ഈ കൂട്ടിച്ചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണികളർത്ത് കർമ്മങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുണ്ട്. എടി മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി വന്ന ചിറ്റപ്പന അതും ചെയ്യും. അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണു ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്ന ഞാൻ പിന്നെ കാണുന്നത് എന്റെ മരണോ. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനും ആവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഇനി നമുക്ക് തരുന്നത് അവനാണ്, രോഹിത്താണ് മോളെ. നമ്മുടെ കയ്യിലെ കുട്ടിക്കുരങ്ങനാവൻ. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാ. ഓള് കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ. അല്പായുസാകാനുള്ള മന്ത്രം നമ്മൾ ഓതി കൊടുക്കുന്നതേ അവന്റെ കാതുകളില, രോഹിത്തിന്റെ. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ പണം വന്നു ചേരും. ഇത് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ സുസ്മിത ഒരു അക്ഷയപാത്രോ ചിറ്റപ്പ. പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. അച്ഛനും മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചൊരു കൂരയിൽ ഒടുങ്ങിത്തീരുന്നതാണ് മോളെന്ന് സങ്കല്പിച്ചേ. ചുമ്മാ ഒന്ന് സങ്കല്പിക്കടി. സങ്കല്പിച്ച പിന്നെ അത് നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. ആഗ്രഹിച്ചു പോയാ അതിപ്പോ ചങ്ക് പറിച്ചു തരുന്നതിന്റെ ചങ്കായ പോലും സുസ്മിതയ്ക്കത് കിട്ടണം. അതെന്റെ ഒരു വാശിയാ. ആ വാശി എന്നെ ഇവിടം വരെ എത്തിച്ചത്. എങ്കി ഹലോ, മോളൊന്ന് വെയിറ്റ് ചെയ്യ്. ചിറ്റപ്പനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പാകത്തിൽ ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പന്റെ കണ്ണുള്ള കഴുകനെ. പിന്നെ അവൻ തീരുമാനിക്കും ആരാ റാഞ്ചണമെന്ന്. മക്കളെ വേണോ അതോ അച്ഛനെ വേണോ, അതുമല്ലെങ്കിൽ അമ്മയെ വേണോ? ആളെണ്ണം പറഞ്ഞ് വിലപേശി തന്നെ അവർ റാഞ്ചും. നമ്മളൊന്ന് പണമെറിഞ്ഞ് നിന്നു കൊടുത്താൽ മതി. എന്നാ പിന്നെ ചിറ്റപ്പൻ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. പണത്തിന്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. വരട്ടെ, എടുത്തിയാടിയപ്പോ ഒന്നും ചെയ്യണ്ട. രണ്ടാം വരവല്ലേ, രണ്ടുപേരുടെയും മധുവിധു കാലമല്ലേ. അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോ നമുക്ക് ആളെ ഇറക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.